നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. ഇന്ത്യയിലേക്ക് ഒരു പുതിയ ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനി വരുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചോദ്യോത്തരത്തിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ പേര് ടെസ്ല എന്നാണ്. നമുക്കെല്ലാം വളരെയധികം അറിയാവുന്ന ടെസ്ല ഇന്ത്യയിലേക്ക് വരികയാണെന്നുള്ളതായിരുന്നു ആ വാർത്ത. അവർ ആദ്യമായിട്ട് ഇന്ത്യയിൽ വരാൻ വേണ്ടി മറ്റ് പല കുറുക്കു വഴികളും തേടിയെങ്കിലും കേന്ദ്ര സർക്കാർ വളരെ സ്ട്രിക്റ്റായിട്ട് ഇല്ല, ഇവിടെ പ്ലാന്റ് സ്ഥാപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ തരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരിപ്പോൾ പ്ലാന്റ് സ്ഥാപിക്കാൻ സ്ഥലം അന്വേഷിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വാർത്ത മറ്റൊരു ഇലക്ട്രിക് വാഹന നിർമ്മാതാവ് കൂടി ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല, വളരെ കുറച്ച് പേരെ കേട്ടിരിക്കാൻ സാധ്യതയുള്ളൂ. കാരണം അങ്ങനെ ധാരാളം കേൾവിയുള്ള ഒരു വാഹനമൊന്നുമല്ല, വാഹന നിർമ്മാതാവുമല്ല. ആ കമ്പനിയുടെ പേര് വിൻഫാസ്റ്റ് എന്നാണ്. വിൻഫാസ്റ്റ് എന്ന് പറയുന്നത് വിയറ്റ്നാം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ്. സത്യത്തിൽ അവരുടെ വാഹനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങേയറ്റം ഇപ്പോൾ ടെസ്ല പോലും നാണിച്ചു പോകുന്ന രീതിയിലുള്ള വാഹനങ്ങളാണെന്നാണ് പറയേണ്ടത്. ഇലക്ട്രിക് വാഹനങ്ങൾ കാറുകൾ ധാരാളം നിർമ്മിക്കുന്നുണ്ട്, SUVകളുണ്ട്, മൾട്ടിപർപ്പസ് വാഹനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുകളുണ്ട്. അങ്ങനെ ധാരാളം ഒരു വലിയ ഉൽപ്പന്ന നിര എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. അപ്പോൾ എന്താണ് ആ ഒരു കമ്പനി, എന്താണ് ആ കമ്പനിയുടെ അടിസ്ഥാനം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ പൂർണ്ണമായും വിയറ്റ്നാമീസ് കമ്പനിയാണ്. ചൈനയുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഫാം നാറ്റ് വോങ് എന്ന് പറയുന്ന ഒരു വിയറ്റ്നാമീസ് കോടീശ്വരൻ്റെ കമ്പനിയാണ് വിൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത്. 2017 കമ്പനിയുടെ വകയായിട്ട് വിൻഫാസ്റ്റ് ഓട്ടോ എന്ന ഓട്ടോമൊബൈൽ ഡിവിഷൻ നിലവിൽ വന്നത്. ഹെൽത്ത് കെയർ, ഹോസ്പിറ്റാലിറ്റി, അമ്യൂസ്മെൻറ്റ് പാർക്ക് കേട്ടോ, സൂപ്പർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ്, സ്മാർട്ട് ഫോൺ എന്നീ മേഖലകളിലെല്ലാം വിൻ ഗ്രൂപ്പ് ശക്തമായ സാന്നിധ്യമാണ്. വിൻഫാസ്റ്റ് ഓട്ടോ എന്ന് പറയുന്ന ഒരു കമ്പനി വിയറ്റ്നാമിലെ ആദ്യത്തെ വാഹന നിർമ്മാണ കമ്പനിയാണ്. $3.5 കോടി വിൻ ഗ്രൂപ്പ് ഇതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്. 2.5 ലക്ഷം കാറുകൾ പ്രതിവർഷം നിർമ്മിക്കാവുന്ന വലിയ പ്ലാന്റ് ഇവർ വിയറ്റ്നാമിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇറ്റലിയിലെ പിൻഫാരിന, അതുപോലെ തന്നെ BMW എന്നിവരൊക്കെയാണ് മോഡലുകൾ ഇവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊക്കെ നൽകുന്നത്. ഇപ്പോൾ ഈ ഒരു വിൻഫാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണെന്നാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഓട്ടോമൊബൈൽ മാഗസിനായ ഓട്ടോകാറിൻ്റെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓട്ടോകാറിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്. ഇവരിപ്പോൾ നോക്കുന്നത് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ പ്ലാന്റ് തന്നെയാണ്. അതിനായിട്ട് ഇവർ കണ്ടുവച്ചിരിക്കുന്നത് ഫോർഡിൻ്റെ ചെന്നൈയിലെ പ്ലാന്റാണ്. ഫോർഡ് ഇന്ത്യയിലെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് കപ്പലേറി പോയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ അവരുടെ ചെന്നൈയിലെ പ്ലാന്റ് വാങ്ങിക്കാനാണ് പരിപാടി ഇട്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചായിട്ടാണ് വിൻഫാസ്റ്റിൻ്റെ മേധാവികളൊക്കെ ഓട്ടോകാറിനോട് പറഞ്ഞായിട്ട് അവരുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ കാറുകളിൽ നിന്ന് തുടക്കത്തിൽ BMW ചില വാഹനങ്ങളെടുത്ത് അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി പെട്രോൾ വാഹനങ്ങളായിട്ട് വിൽക്കുകയാണ് ആദ്യം ചെയ്തത്. പക്ഷേ അധികകാലം ആ പെട്രോൾ വാഹനങ്ങൾ വിൽക്കേണ്ടെന്നായിരുന്നു അവരുടെ തീരുമാനം. അപ്പോൾ ആദ്യകാലത്ത് 2018 പെട്രോൾ മോഡലുകളായിട്ട് വന്നത് ലെക്സ് A2.0, ലെക്സ് SA 2.0 എന്ന് പറയുന്ന 2 മോഡലായിരുന്നു. രണ്ടും കണ്ടാൽ പെട്ടെന്ന് BMW ഡിസൈനാണെന്ന് തോന്നുകയില്ലെങ്കിലും BMW ചില വാഹനങ്ങളെടുത്ത് ചില പൊടിക്കൈകൾ ഒക്കെ നടത്തിയാണ് അങ്ങനെ ആ ഒരു മോഡലാക്കി മാറ്റിയത്. ഏതായാലും 2022 ഇനി മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഞങ്ങൾ നിർമ്മിക്കുകയുള്ളൂ എന്ന് വിൻഫാസ്റ്റ് കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നിട്ട് VF8, VF9 എന്നീ 2 മോഡലുകളാണ് അവർ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. രണ്ടും 48 മണിക്കൂറിൽ 24,000 ബുക്കിംഗ് നേടി വമ്പൻ ഹിറ്റായിട്ട് മാറി അവിടെ. പിന്നെ SUV, സിറ്റി കാർ, അങ്ങനെ പല മേഖലകളിലേക്ക് പിന്നീട് കമ്പനി കടന്നു. റഷ്യ, US, ഓസ്ട്രേലിയ, പിന്നെ യൂറോപ്പിലെ ചില രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഇപ്പോൾ കമ്പനി വാഹനങ്ങൾ വിറ്റു തുടങ്ങിയിട്ടുണ്ട്. എന്ന് തന്നെയുമല്ല, US ഒരു പ്ലാന്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 2025 കമ്മീഷൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അവരുടെ പ്ലാൻ എന്തൊക്കെയാണ് പ്ലാനുകളെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇനി ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും ഓരോ പ്ലാന്റുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള കുറേ രാജ്യങ്ങൾ സെർവ് ചെയ്യാം, അതുപോലെ ഇന്തോനേഷ്യ ആകുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കുറേ രാജ്യങ്ങൾ സെർവ് ചെയ്യാം. അതൊക്കെ ആയിരിക്കും കമ്പനിയുടെ ഉദ്ദേശം. എന്തായാലും ഇന്ത്യയിലെ തുടക്കത്തിൽ CBU ആയിട്ടായിരിക്കും വാഹനങ്ങൾ വരുന്നവർ പറഞ്ഞിട്ടുണ്ട്. അതായത് പൂർണ്ണമായിട്ടും നിർമ്മിച്ച വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരിക്കും. അതിനുശേഷം വാഹനങ്ങൾ CKD ആയിട്ട് മാറും, അതായത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുക. മൂന്നാമത്തെ ഒരു ഘട്ടത്തിലാണ് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങൾ വരാൻ പോകുന്നത്. എന്തായാലും VF8 എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിൽ ടെസ്റ്റ് ഡ്രൈവ് നടക്കുന്നുണ്ട്. ഇന്ത്യക്ക് പറ്റുന്ന വാഹനമാണോ എന്നുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രതിവർഷം 2.1 ലക്ഷം യൂണിറ്റ് നിർമ്മിക്കാൻ ശേഷിയുണ്ട് ഫോർഡിൻ്റെ ഇന്ത്യയിലെ പ്ലാന്റിന്. അപ്പോൾ ഇന്ത്യയിലെ പ്ലാന്റ് വാങ്ങിച്ചാൽ തുടക്കത്തിൽ വരുന്ന CBU മോഡലൊക്കെ ഇറക്കുമതി വരുന്ന മോഡലൊക്കെ പൊടി തുടച്ച് വയ്ക്കാം. രണ്ടാമത് വരുന്നതിൻ്റെ ഈ പാർട്സായിട്ട് വരുന്ന വാഹനങ്ങൾ അസംബിൾ ചെയ്യാം. അതിനുശേഷം പൂർണ്ണമായിട്ടും നിർമ്മിക്കാം. എല്ലാത്തിനും ശേഷിയുള്ള വമ്പൻ പ്ലാന്റായിരുന്നു ഈ ഫോർഡിൻ്റെത് ചെന്നൈയിലുള്ളത്. അപ്പോൾ അതാണിപ്പോൾ ഇവർ വാങ്ങിക്കാൻ നോക്കുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്ലാനുകളെല്ലാം വളരെ സുഗമമായിട്ട് നടക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത.
ചെയ്യാതെ. അപ്പോൾ വിൻഫാസ്റ്റ് എന്തായാലും വളരെ സീരിയസ് ആയിട്ടാണ് ഈ ഒരു ഉദ്യമത്തെ കാണുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുകളും നല്ല ഭംഗിയുള്ള സ്കൂട്ടറുകളൊക്കെ ഉണ്ട് വിൻഫാസ്റ്റിൻ്റെ വകയായിട്ട്. അപ്പോൾ ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ പിച്ച വെച്ച് നടക്കുന്നേ ഉള്ളൂ. ഏതറും അതുപോലെ തന്നെ ഒലയും പോലുള്ള 1-2 കമ്പനികളെ പ്രമുഖ കമ്പനികളായിട്ട് പറയാനുള്ളൂ. അപ്പോൾ വിൻഫാസ്റ്റിൻ്റെ ഇലക്ട്രിക് മോഡലുകളും ഇന്ത്യക്ക് തീർച്ചയായിട്ടും ചേരുന്ന മോഡലുകളായിരിക്കും എന്നുള്ള ഒരു സംശയമില്ല. എന്തായാലും റഷ്യയിലും അതുപോലെ തന്നെ US-ലും ഒക്കെ താല്പര്യം ഉണർത്തിയ മോഡലുകളാണ് വിൻഫാസ്റ്റ് നിർമ്മിക്കുന്ന കാറുകളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും തീർച്ചയായിട്ടും അത് വിജയമാകുന്നുള്ള ഒരു സംശയമില്ല. പിന്നെ ഏത് മോഡലായിരിക്കും ഇന്ത്യയിൽ കൊണ്ടുവരുന്ന തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും ഒരു കാര്യം നമുക്ക് പറയാനുള്ളൂ, വിൻഫാസ്റ്റ് ഇന്ത്യയിലേക്ക് വരിക, ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന രംഗത്ത് തനതായ സംഭാവനകൾ നടത്തുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വിൻഫാസ്റ്റിൻ്റെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കൂലങ്കഷം വിലയിരുത്താം. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് സ്വാമിനാഥനാണ്, കോട്ടായി, പാലക്കാട് നിന്നും. ഹ്യുണ്ടായി എക്സ്റ്റർ AMD ആണോ അതോ പുതിയ നിസാൻ മാഗ്നൈറ്റ് AMD ആണോ മികച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ഇരിക്കുന്ന ദിവസമാണ് നിസാൻ മാഗ്നൈറ്റിൻ്റെ ഈ AMD മോഡലിൻ്റെ വില പ്രഖ്യാപിച്ചത്. 6,49,900 രൂപയാണ് എക്സ്ഷോറൂം വിലയായിട്ട് ഫസ്റ്റ് വേരിയൻറ്റിന് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് ഈ ഒരു ഓട്ടോമാറ്റിക് SUV സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ SUV സെഗ്മെൻറ്റിൽ തന്നെ ആദ്യത്തെ ഏറ്റവും വില കുറഞ്ഞ ഒരു AMD മോഡലായിട്ടാണ് നമുക്ക് നിസാൻ മാഗ്നൈറ്റിനെ പറയാവുന്നത്. മാഗ്നൈറ്റ് എനിക്കിഷ്ടമുള്ളൊരു മോഡലാണ്. പക്ഷേ ഇതുവരെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന മാഗ്നൈറ്റിൻ്റെ CVT എന്ന മോഡലിനെയാണ്. CVT ഓടിക്കാൻ രസകരമാണ്. മാനുവൽ ട്രാൻസ്മിഷനുള്ള മാഗ്നൈറ്റ് ഓടിക്കാൻ അത്ര രസകരമല്ലാന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാവർക്കും ഓട്ടോമാറ്റിക് വേണം നിർബന്ധമൊന്നുമില്ലല്ലോ. പലർക്കും മാനുവൽ മതി, അല്ലെങ്കിൽ CVTയുടെ അത്രയും വില കൊടുക്കാനില്ല എന്നൊക്കെയാണെങ്കിൽ AMDയിലേക്ക് പോകാമെന്നുള്ള ഒരു സംശയമില്ല. ഈ AMDയുടെ കാര്യത്തിൽ AMD എല്ലാ മോഡലുകൾക്കും അല്പം ലാഗുള്ള ഒരു ട്രാൻസ്മിഷൻ തന്നെയാണ് AMD എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുറച്ചെങ്കിലുമൊക്കെ ചില കമ്പനികൾ അതിൻ്റെ ഒരു ലാഗ് ഒന്ന് മാറ്റിയെടുക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്തുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പൊതുവെ ഒരു ലാഗുള്ള മോഡൽ തന്നെയാണ് AMD എന്ന് പറയുന്നത്. പക്ഷേ AMD ഇന്ത്യയിൽ എന്താ പറയുക, ഇന്ത്യയിലെ ഓട്ടോമാറ്റിക് ഒരു മേഖലയെ, വാഹന മേഖലയെ മാറ്റിമറിച്ച ഒരു സാങ്കേതിക വിദ്യയാണെന്നാണ് പറയേണ്ടത്. ഇന്ത്യയിലെ സാധാരണക്കാരിലേക്ക് പോലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എത്തിക്കാൻ സാധിച്ചത് AMD മോഡൽ വന്നപ്പോഴാണ്. ഇപ്പോൾ ഏതാണ്ട് 30% AMD ട്രാൻസ്മിഷൻ മോഡലുകളൊക്കെയാണ് ഈ ഒരു SUV-കളൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നതെന്നാണ് കമ്പനികളൊക്കെ പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ലൊരു സംഭവം തന്നെയാണ്. ഓട്ടോമാറ്റിക്കിൻ്റെ, അതായത് ഏറ്റവും വിലയുള്ള ഓട്ടോമാറ്റിക്കിലേക്ക് എത്താൻ പറ്റാത്തവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് AMD എന്നുള്ളത് സംശയമില്ല. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ എക്സ്റ്റർ വന്നപ്പോൾ ഉണ്ടായൊരു മാറ്റം എന്ന് വെച്ചാൽ എക്സ്റ്ററിൻ്റെ കാര്യത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് AMDയിൽ പാഡ് ഷിഫ്റ്റേഴ്സ് വന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ സാധാരണഗതിയിൽ AMD നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് പ്ലസ് മൈനസ് മോഡൽ ഓടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. മാനുവലായിട്ട് ഓടിക്കണമെങ്കിൽ, അതായത് AMDയുടെ ലാഗ് അറിയാതെ ഓടിക്കണമെങ്കിൽ അതാണ് ഒരു മാർഗ്ഗമുള്ളത്. എന്നാൽ ഇപ്പോൾ എക്സ്ട്രാ വന്നപ്പോൾ അതിന് പാഡ് ഷിഫ്റ്റേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ കുറേ കൂടി എളുപ്പത്തിൽ, കുറേ രസകരമായിട്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് വേണമെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ ബാക്കിലുള്ള പ്ലസ് മൈനസ് മോഡൽ അമർത്തി നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാവുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ അതൊരു വലിയ വിപ്ലവം തന്നെയാണ് ആ ഒരു വാഹനം കൊണ്ടുവന്നത്. അപ്പോൾ ഇനി 2 വാഹനങ്ങളിലേക്കും വരികയാണെങ്കിൽ ഈ മാഗ്നൈറ്റിലുള്ളത് ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ്. 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്. 72 bhp ആണ് മാക്സിമം പവർ. അതുപോലെ 96 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. എന്നാൽ എക്സ്ട്രായിലുള്ളത് കുറച്ചുകൂടി പവർഫുൾ എഞ്ചിനാണ്. 1797 cc ആണെന്ന് മാത്രമല്ല 4 സിലിണ്ടർ എഞ്ചിനാണ്. 83 bhp ആണ്. 114 ന്യൂട്ടൺ മീറ്ററാണ് അതിൽ ടോർക്ക്. അപ്പോൾ എല്ലാ തരത്തിലും പവർഫുള്ളായിട്ടുള്ള എഞ്ചിൻ എന്ന് പറയുന്നത് എക്സ്ട്രയിലാണുള്ളത്. തന്നെയല്ല 4 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ 3 സിലിണ്ടർ എഞ്ചിൻ്റെ ആ ഒരു തുടക്കത്തിലുള്ള ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ല. കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും എഞ്ചിൻ എന്നാണ് പറയേണ്ടത്. ഇൻറ്റീരിയറിലേക്ക് ഒക്കെ പോവുകയാണെങ്കിൽ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ രണ്ടും കൂടെ പറയുകയാണെങ്കിൽ LED ഹെഡ്ലൈറ്റ് ഉണ്ട്, 8 ഇഞ്ച് ഡിസ്പ്ലേ ഉണ്ട്, 7 ഇഞ്ച് TFT സ്ക്രീനുണ്ട്, ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, 2 എയർ ബാഗ് ഉണ്ട്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഉണ്ട്, റിയർ വ്യൂ ക്യാമറയുണ്ട്. ഏതിൽ? മാഗ്നൈറ്റ് AMDയിൽ. എക്സ്ട്രയിലേക്ക് പോയാൽ കുറച്ചുകൂടി വിശാലമായ രീതിയിലുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കണ്ടെത്താം. 8 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അതിൽ വലിയ വ്യത്യാസമില്ല. പാഡ് ഷിഫ്റ്റേഴ്സ്, ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സ്റ്റെബിലിറ്റി കൺട്രോൾ, 6 എയർ ബാഗുകൾ, എക്കോസ് വേരിയൻസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റു പ്രത്യേകത. ഏത് വേരിയൻ്റ്, ഏറ്റവും വില കുറഞ്ഞ വേരിയൻ്റ് എടുത്താൽ പോലും അതിൽ 6 എയർ ബാഗ് എന്നുള്ളൊരു സംഭവം തന്നെയാണ് എക്സ്ട്രൻ്റെ കാര്യത്തിൽ. പിന്നെ ഡാഷ് ക്യാം ഉണ്ട്, അത് മറ്റൊരു കാര്യം. ഡാഷിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു വിൻസ്ക്രീനിലൊരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പുറയിലും അകത്തും നടക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നൊരു ക്യാമറയുണ്ട്. പിന്നെ മറ്റേ ഡ്യുവൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് സ്ക്രീനിൽ, അതായത് റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ കാണുന്ന ഡ്യുവൽ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതായത് അധികമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് അല്പം വിലയും കൂടുതലുണ്ട് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വില കൂടുതലുള്ള എക്സ്ട്രനാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, ഒരു AMD ട്രാൻസ്മിഷൻ, വലിയ ഇത്രയധികം ഫീച്ചേഴ്സ് കൂടുതലില്ലാത്ത 6 എയർ ബാഗ് ഒന്നും ഇല്ലാത്തൊരു AMD ട്രാൻസ്മിഷനുള്ള മോഡലാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിസാൻ മാഗ്നൈറ്റിലേക്ക് പോകാം. പക്ഷേ കുറച്ചുകൂടി ഒരു പ്രീമിയം ഇൻറ്റീരിയറും കുറച്ചുകൂടി ഒരു എന്താണ് ഫീച്ചേഴ്സും 6 എയർ ബാഗും കുറച്ചുകൂടി സേഫ്റ്റിയൊക്കെ ഉള്ളൊരു വാഹനത്തിലേക്കാണ് പോകേണ്ടത് തീർച്ചയായിട്ടും എക്സ്ട്രയിലേക്ക് തന്നെയാണ്. എക്സ്ട്രൻ്റെ പാഡ് ഷിഫ്റ്റേഴ്സുള്ള മോഡൽ ഓടിക്കാൻ സുഖമാണ്. പക്ഷേ അതിലേക്ക് പോകുമ്പോൾ വീണ്ടും വില കൂടുമെന്നുള്ളൊരു സംശയമില്ല. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എന്തിനാണ് ഈ വാഹനം വാങ്ങിയതാണ് ചിന്തിക്കേണ്ടത്. കൂടുതൽ ഫീച്ചേഴ്സിനാണോ അതോ വെറുതെ ഒരു AMD ട്രാൻസ്മിഷനാണോ? AMD ട്രാൻസ്മിഷൻ മാത്രമാണ് നോക്കുന്നതെങ്കിൽ പോകേണ്ടത് തീർച്ചയായിട്ടും മാഗ്നൈറ്റിലേക്കാണ്. അങ്ങനെയല്ല, കൂടുതൽ ഫീച്ചേഴ്സ് വേണമെങ്കിൽ
പോകേണ്ടത് എക്സ്ട്രായിലേക്കുമാണ്. രണ്ടാമത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് വിമൽ KM ആണ്. ചോദ്യം ഇതാണ്: ഞാൻ മാരുതി ജിംനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ചേട്ടന് ജിംനി ഉള്ളതായിട്ട് അറിയാം. ഇത്രയും കാലം ഓടിച്ചു നിന്ന് കൃത്യമായൊരു അഭിപ്രായം പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നതിന് എൻ്റെ ജിംനിയിലാണ്. പലരും ഇപ്പോഴും ഈ വാഹനം കൊണ്ട് എവിടെ നിർത്തിയുള്ള ആൾക്കാർ വന്നിട്ട് ഈ ജിംനിയെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കും. ഇത്രയധികം ആൾക്കാർ എന്താ പറയുക, ഇത്ര താല്പര്യമുണർത്തിയ ഒരു മറ്റൊരു വാഹനം അടുത്ത കാലത്ത് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴും എൻ്റെ സംശയങ്ങൾ ആൾക്കാർക്ക് തീരുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ വന്നിട്ട് ജിംനി എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. പ്രധാനപ്പെട്ട കാരണം ഒന്നല്ലേ ഉള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ വാഹനം വടകരയിലാണെന്ന് എൻ്റെ ഓർമ്മ. വാഹനം ഇടിച്ച് ഒരാൾ മരിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് ആ വാഹനത്തിൻ്റെ പടമൊക്കെ കണ്ടപ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലാണ് ആ വാഹനമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത്രയധികം സേഫ്റ്റിയൊക്കെ ഉള്ളോ മാരുതി ജിംനിക്ക്? അങ്ങനെയുള്ളൊരു വാഹനം ചേട്ടൻ എന്തിനാണ് വാങ്ങിച്ചതെന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം വെച്ചാൽ, എനിക്ക് അറിഞ്ഞുകൂടാ എത്രത്തോളം സ്പീഡിലാണ് ആ വാഹനം അന്ന് പോരുന്നതെന്നുള്ള കാര്യം. എന്തായാലും നല്ല സ്പീഡിലായിരിക്കണം, അല്ലെങ്കിൽ അത്രയധികം തകരാൻ സാധ്യതയില്ല. എന്തായാലും എനിക്കിതിനെപ്പറ്റി പറയാനുള്ള വെച്ചാൽ, നമ്മൾ ഏതൊരു വാഹനത്തെയും ആ വാഹനത്തെ മനസ്സിലാക്കി വേണം ഓടിക്കാനെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാനൊക്കെ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് നമുക്ക് ഓരോ വാഹനങ്ങൾ ഓരോ ദിവസവും എന്ന് പറയുന്ന പോലെ തന്നെ കിട്ടുന്നുണ്ട്, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ഒരു ദിവസം എനിക്ക് കിട്ടുന്നത് ഇപ്പോൾ BMW-ൻ്റെ ഏറ്റവും പവർഫുൾ വാഹനമാണ് ഒരു M4 ആണെന്നിരിക്കട്ടെ. അന്ന് തന്നെ വൈകിട്ട് ഒരുപക്ഷെ എനിക്ക് കിട്ടാൻ പോകുന്നത്, ടെസ്റ്റ് ഡ്രൈവിന് കിട്ടാൻ പോകുന്നത് ഒരു മാരുതി ജിംനി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടാറ്റ നാനോ ആയിരിക്കാം. അപ്പോൾ ഞാൻ ഈ ആദ്യം രാവിലെ ഓടിച്ച M4ൻ്റെ അതേ രീതിയിൽ തന്നെ ടാറ്റ നാനോ ഓടിക്കാൻ ശ്രമിക്കുന്ന അപകടമാണ്. ഓരോ വാഹനത്തിനും അതിൻ്റെ പെർഫോമൻസ് ആയാലും അതിൻ്റെ ബ്രേക്കിംഗ് ആയാലും സസ്പെൻഷൻ ആയാലും എല്ലാം വ്യത്യസ്തമാണ്. അപ്പം നമ്മളൊരിക്കലും തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാൻ നോക്കരുത്. അതായത് ഞാനിപ്പം ജിംനിയുടെ കാര്യം മാത്രമല്ല പറഞ്ഞത്, ഏതൊരു വാഹനമായാലും ആ വാഹനത്തിൻ്റെ സാധ്യതകൾ അല്ല ആ വാഹനത്തിൻ്റെ പരിമിതികൾ ഇത് രണ്ടും മനസ്സിലാക്കി വേണം ഓടിക്കാൻ. ഞാനിപ്പോൾ എൻ്റെ ഒരു വാഹനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവൻ എത്രത്തോളം സ്പീഡ് എടുക്കാൻ യോഗ്യനാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഇവൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ സ്ഥിരമായിട്ട് വാഹനങ്ങളൊക്കെ ഓടിച്ചു കഴിയുമ്പോൾ. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഒരിക്കലും നമ്മൾ ഈ അമിത പ്രയോഗം നടത്തില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ജിംനി എന്ന് പറയുന്നത് 104 bhp പവറുള്ള മാരുതിയുടെ ഒരു പഴയകാല സാങ്കേതിക വിദ്യയിലൂടെ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനോട് കൂടിയ 4 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സോടൊരു വാഹനമാണ്. തന്നെയല്ല ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 210 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു വാഹനത്തിന് എപ്പോഴും സ്റ്റെബിലിറ്റി പ്രശ്നം വരാം. കാരണം ഇതൊന്നാമതൊരു ഓഫ് റോഡിന് വേണ്ടി ആണ് മെയിനായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ 210 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു SUV പോലുള്ള വാഹനത്തിൽ ഓടിച്ചു പോകുമ്പോൾ ഇത് പെട്ടെന്നൊരു വളവൊക്കെ തിരിക്കേണ്ടി വരികയോ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ പോലും അതീവ വേഗതയിൽ ഓടിച്ചു പോകുമ്പോൾ മാക്സിമം സ്പീഡൊക്കെ എടുത്ത് ഓടിച്ചു പോകുമ്പോൾ മറിയാവുന്ന സാധ്യതയുണ്ട്, ഇടിക്കാവുന്ന സാധ്യതയുണ്ട്. ബ്രേക്കിംഗ് എന്നൊക്കെ പറയുന്ന ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇതിൻ്റെ എഫിഷ്യൻ്റ് ആകില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു വാഹനത്തെപ്പറ്റി മനസ്സിലാക്കി ഓടിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് എത്തിച്ചേരാം. ഞാനിപ്പോൾ ഈ ജിംനി ഇതിൽ കോയമ്പത്തൂർ, കോട്ടയം അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോയി. ഒരിക്കലും ഞാനൊരു ഗവൺമെൻറ് പറയുന്ന സ്പീഡിനപ്പുറത്തേക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല. 1, 2, 3, 4, 5 കിലോമീറ്റർ കൂടുതൽ എടുത്തുന്നിരിക്കാം, അതിനപ്പുറത്തേക്ക് എടുക്കില്ല എന്ന് പറയുന്നത് പൂർണ്ണമായും ഗവൺമെൻറ് അനുസരിക്കുന്ന ഒരു എന്താണ് സിറ്റിസൺ ആയതുകൊണ്ട് മാത്രമല്ല ഈ വാഹനത്തിൻ്റെ എഫിഷ്യൻസി അത്രയ്ക്ക് ഉണ്ടാകുകയുള്ളൂ ഇത്തരം കാര്യങ്ങൾ എന്നെനിക്കറിയാം. പക്ഷേ ഒരു ഓഫ് റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും കയറ്റിക്കൊണ്ട് പോകുന്ന അത്രയും എഫിഷ്യൻ്റാണ് ഈ വാഹനം എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഓരോ വാഹനത്തിൻ്റെ രീതികൾ, ശീലങ്ങൾ, സാധ്യതകൾ, പരിമിതികൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളൊരു വാഹനം ഓടിക്കാൻ. അതല്ലാത്ത ഒരു രീതിയിലുള്ള ഓടിക്കൽ എപ്പോഴും അപകടം വിളിച്ചു വരുത്തും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യമാണത്. മറ്റു കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ വാഹനം എന്നുള്ളതാണ് സത്യം. അപ്പം പലരും ചോദിക്കാറുണ്ട്, ഇത് നിങ്ങൾക്ക് ചേട്ടൻ ഫ്രീ കിട്ടുകയാണോ, മാരുതി ഫ്രീ തന്നാണോ? ₹1 പോലും ഡിസ്കൗണ്ട് ഇല്ലാതെ ഞാൻ വാങ്ങിച്ച വാഹനമാണ്. നോട്ട് ഈവൻ എ സിംഗിൾ പെനി. എൻ്റെ ഒരു വാഹനത്തിന് ഞാൻ ഡിസ്കൗണ്ട് ഒന്നും വാങ്ങിക്കാറില്ല, ഡിസ്കൗണ്ട് ആരും തരാറുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആദ്യകാലത്ത് മാരുതി ബലേനോ എടുത്ത സമയത്ത് ഒരു ജേർണലിസ്റ്റുകൾക്ക് ഒരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാതെ തന്നെ ഡിസ്കൗണ്ട് വന്നു. ചെറിയ ഡിസ്കൗണ്ട്, എനിക്ക് തോന്നുന്നു 16,000 രൂപ അങ്ങനത്തെ ഡിസ്കൗണ്ട്. ഈ വാഹനത്തിൻ്റെ അടുത്ത് ₹1 പോലും തന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തുറന്ന് പറയാം ഈ വാഹനത്തിൻ്റെ പരിമിതികളും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാം. ഞാൻ പൈസയൊന്നും വാങ്ങിച്ചിട്ടില്ല ആരുടെയും കയ്യിൽ നിന്ന്. എന്തായാലും മറ്റെല്ലാ തരത്തിലും എനിക്ക് ഈ വാഹനം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഞാനിത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ വാഹനമാണ്. എനിക്കുണ്ടായിരുന്നൊരു ബെൻസിൻ്റെ GL9 അടുത്ത കാലത്ത് വിറ്റു. പിന്നെയുള്ളത് BMW-ൻ്റെ C4 ആണ്, ഒരു 2 സീറ്റർ കൺവേർട്ടബിൾ കാറാണ്. അതെപ്പോഴും അങ്ങനെ ഓടിച്ചു നടക്കാൻ പറ്റുന്ന വാഹനമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മിക്കവാറും യാത്രകളെല്ലാം ഇപ്പോൾ ഈ വാഹനത്തിലാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. തന്നെയല്ല, ഞാനൊരു ആസ്വദിച്ച് ഓടിക്കുന്നുണ്ട് ഈ വാഹനം. ഇതിൻ്റെ ഒരു ആസ്വാദനം എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ കോമ്പാക്ട് സൈസാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം. നമുക്ക് ടൗണിലൊക്കെ സുഖമായിട്ട് ഓടിച്ചോ, എവിടെയും പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ തരക്കേടില്ലാത്ത എഞ്ചിനാണ്. മൈലേജ് മാത്രമാണ് ഒരു കുറവെന്ന് പറയുന്നത്. എനിക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത് 10.9 ആണ് ഇതിൽ റിയൽ ടൈം ഇതുവരെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ള വാഹനം അല്പം കൂടി ഒരു 1 കിലോമീറ്റർ എല്ലാം കൂടുതൽ കിട്ടിയേക്കാം ഒരു തേർഡ് സർവീസ് കഴിയുമ്പോൾ എന്നുള്ളതാണ് പ്രശ്നം. മറ്റൊരു പ്രശ്നം എനിക്ക് തോന്നിയത്, ഇങ്ങനെ 2 പ്രശ്നമാണ് പറയാനുള്ളത് കേട്ടോ. ഒന്ന്, മൈലേജിൻ്റെ ഈ 10.9 കിട്ടുന്നുള്ളൂ. അത് പക്ഷേ ഞാൻ മനസ്സിലാക്കി തന്നെ എടുത്താണ്, എനിക്ക് പരാതിയൊന്നുമില്ല. മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് വളരെ കൂടുതലാണ്. ചെറിയ വാഹനമാണെങ്കിൽ പോലും
ഇതിന് 4 വീൽ ഡ്രൈവ് വാഹനമായതുകൊണ്ടും ഇതിൻ്റെ മെക്കാനിസത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം ഇത് ഒരു പാണ്ടിലോർ തിരിയുന്ന പോലെ വേണം തിരിച്ചെടുക്കുക. അപ്പോൾ യു ടേണിലൊക്കെ നമ്മൾ കാര്യമായ രീതിയിൽ ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് ഇങ്ങനെയൊക്കെ എടുത്തില്ലെങ്കിൽ ഒന്നുകൂടെ റിവേഴ്സ് എടുത്തൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിങ്ങനെ ടൗണിലൊക്കെ യു ടേണൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വളച്ചൊക്കെ എടുക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഇവന് ഓടിക്കാൻ അറിയാമോ, ഈ കുഞ്ഞു വണ്ടി വെച്ചിട്ട് ഇവൻ എന്തിനാണ് ഇങ്ങനെ വളയ്ക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എന്നെ ആയിരിക്കും കാണും. അപ്പോൾ പറയാം, ആഹാ ഇങ്ങനെ വണ്ടിയുടെ ആളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യു ടേൺ എടുക്കാൻ പോലും അറിയില്ലെന്ന്. പക്ഷേ സുഹൃത്തുക്കളെ, എൻ്റെ കുറ്റമല്ല. ഈ വാഹനത്തിന് ട്രേഡിംഗ് റേഡിയസ് അത്രയും കൂടുതലാണെന്നുള്ളത് കൊണ്ട് തന്നെ സമയമെടുക്കും, സ്ഥലം വേണം ഒന്ന് വളച്ചെടുക്കാം. 1/2 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ വളച്ചെടുക്കാൻ പറ്റും. അത് നമുക്ക് ടൗണിലൊക്കെ ഈ ഒരു യു ടേൺ എടുക്കുന്ന സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അല്ലാതെ ഒരു കാര്യങ്ങളും എനിക്ക് ഈ വാഹനത്തെപ്പറ്റി ഒരു പരാതിയുമില്ല. 211 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വാഹനം പ്രധാനമായിട്ടും കമ്പയർ ചെയ്യുന്ന എപ്പോഴും താറുമായിട്ടാണ്. താറിൻ്റെ കാര്യത്തിൽ പ്രാക്ടിക്കാലിറ്റി പ്രശ്നമാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിൻഭാഗത്തേക്ക് കയറി ഇരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല, ഈ കയറാനും ബുദ്ധിമുട്ടാണെന്നുള്ളൊരു കാര്യം. 2 പേർക്ക് ഇരുന്നാൽ തന്നെ പിൻഭാഗത്ത് അത്ര സുഖമായൊരു ഇരിപ്പൊന്നുമല്ല. എന്നാൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ പിൻഭാഗത്ത് 2 പേർക്ക് സുഖമായി ഇരിക്കാമെന്ന് മാത്രവുമല്ല, 211 ലിറ്റർ ബൂട്ട് സ്പേസും ഉണ്ടെന്നുള്ളതുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ വാഹനമാണിത്. അത് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ അങ്ങനെ ഒരു ഗംഭീര എന്നാൽ ഔട്ട്സ്റ്റാൻഡിങ് വാഹനമായിട്ടൊന്നും ഇതിനെ ഒരു ഓൺ റോഡിൽ കാണാനാവില്ല. ഓഫ് റോഡിൽ തീർച്ചയായിട്ടും ഔട്ട്സ്റ്റാൻഡിങ് വാഹനമാണ്. കാരണം ഞാൻ ഈ വാഹനം ഓഫ് റോഡിൽ ഓടിച്ചിട്ടാണ് വാങ്ങിച്ചത്. ആദ്യം തന്നെ ഞാൻ ഡെറാഡൂണിൽ ഓഫ് റോഡ് ഓടിച്ചതിന് ശേഷമാണ് വാങ്ങിച്ചത്. ഓൺ റോഡിൽ ഒരു പരാതിയില്ല, കൊണ്ടു നടക്കാവുന്ന ഏതൊരു സ്ഥലത്തും സ്പേസിലും പാർക്ക് ചെയ്യാവുന്ന, തരക്കേടില്ലാത്ത ഇൻറ്റീരിയർ സ്പേസ്, 4 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാവുന്ന, തരക്കേടില്ലാത്ത ബൂട്ട് സ്പേസ് ഉള്ള, തരക്കേടില്ലാത്ത എഞ്ചിനുള്ള, തരക്കേടില്ലാത്ത ഗിയർ ബോക്സ് ഉള്ള ഒരു വാഹനം. പക്ഷേ 2 പ്രശ്നങ്ങളുള്ള, ഒന്ന് ഈ ഒരു ട്രെയിനിങ് റേഡിയസും, മറ്റത് കുറഞ്ഞ മൈലേജുമാണ്. മറ്റെല്ലാ തരത്തിലും ഒന്നാന്തരം വാഹനമാണ്. ധൈര്യമായിട്ട് എടുക്കാം. പക്ഷേ വാഹനത്തിൻ്റെ സ്വഭാവ രീതികൾ അറിഞ്ഞ് മാത്രം ഓടിക്കുക. അങ്ങനെയുള്ള ഒരു അപകടവുമില്ലാതെ നിങ്ങൾക്ക് സുഖമായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കുന്ന നല്ലൊരു വാഹനമാണ് മാരുതി ജിംനി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് എനിക്ക് വിമലിനോട് പറയാനുള്ളത്. വാഹനം വാങ്ങിക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട. അടുത്ത ചോദ്യം വെച്ചാൽ രാകേഷാണ്, കൊച്ചിയിൽ നിന്നും. ഇന്ത്യയിൽ മാരുതി ഇഗ്നിസിൻ്റെ ഭാവി എന്താണ്? 2019 മോഡൽ ഇഗ്നിസ് എനിക്കുണ്ട്. 2020 ഫെബ്രുവരിയിൽ ഒരു ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷം പിന്നീട് ഇഗ്നിസിൽ മാറ്റമൊന്നും കണ്ടിട്ടില്ല. മാരുതി മറ്റ് മോഡലുകളിൽ കൊണ്ടുവന്ന ഡ്യുവൽ ജെറ്റ് എഞ്ചിനും ഇഗ്നിസിൻ്റെ പുതിയ മോഡലുകളിൽ കാണാനില്ലല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഗ്നിസ് എന്ന് പറയുന്ന മാരുതിയുടെ വാഹനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിൽപ്പന ഉണ്ടായിരുന്നൊരു വാഹനമാണെന്നുള്ള ഒരു സംശയമില്ല. കുറേ കാലം വലിയ വിൽപ്പനയില്ലാതെ ഓടി. എന്തിനു വേണ്ടിയാണ് ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനം എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ പലരും. പക്ഷേ പിന്നീട് ഇപ്പോൾ പഞ്ച്, ടാറ്റ പഞ്ച്, അതുപോലെ തന്നെ പുതിയ എക്സ്റ്റർ തുടങ്ങിയവയൊക്കെ മൈക്രോ SUV എന്നുള്ള പേര് വന്നപ്പോഴത്തേക്കും മാരുതി പറഞ്ഞു, ഞങ്ങളാണ് ആദ്യത്തെ മൈക്രോ SUV കൊണ്ടുവന്നത്, അതിൻ്റെ പേര് ഇഗ്നിസ് എന്നാണെന്ന് കമ്പനി പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇത് ഒരു മൈക്രോ SUV ആയിരുന്നു അല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ ഇഗ്നിസിൻ്റെ വിൽപ്പന അല്ലെങ്കിൽ വളർച്ചയെപ്പറ്റി നമ്മളൊന്ന് കണക്കുകൾ വെച്ച് പറയുകയാണെങ്കിൽ 2021 സെപ്റ്റംബറിൽ വെറും 522 യൂണിറ്റുകളാണ് വിറ്റതെങ്കിൽ 2022 സെപ്റ്റംബറിൽ 102% വളർച്ചയാണ് വിൽപ്പനയിൽ വന്നത്. അതായത് ആ മാസം 5750 യൂണിറ്റുകൾ വിറ്റു. ഇപ്പോൾ 2023 ഒക്ടോബറിൽ, ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോഴത്തേക്കും 2500-ലധികം യൂണിറ്റുകൾ വിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്റ്റഡിയായിട്ട് ഒന്ന് ഇൻക്രീസ് ചെയ്ത് അല്പം കുറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. വലിയൊരു കുറയലായിട്ടൊന്നും പറയാനില്ല. മറ്റ് വാഹന നിർമ്മാതാക്കളുടെ വാഹനങ്ങളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ വിൽക്കുന്നുണ്ട് ഇഗ്നിസ് എന്നാണ് പറയാൻ കഴിയുന്നത്. വിപണിയിലെത്തി 2 വർഷം കൊണ്ട് തന്നെ 1,00,000 യൂണിറ്റുകൾ വിറ്റ വാഹനമാണ് ഇഗ്നിസ് എന്നുള്ള മറ്റൊരു കാര്യം. ഇപ്പോൾ പക്ഷേ ഇഗ്നിസിൻ്റെ ഒരു ഇമേജൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ആൾക്കാർ, ഇപ്പോൾ സ്ത്രീകളായാലും കുടുംബങ്ങളായാലും കാത്തിരുന്ന് വാങ്ങിക്കുന്നൊരു വാഹനമായിട്ട് ഇഗ്നിസ് മാറിയിട്ടുണ്ട്. ആദ്യകാലത്തുണ്ടായിരുന്ന ആ ഒരു വിരക്തി തീർച്ചയായിട്ടും ഇപ്പോൾ ഇല്ല. 2022 ഇഗ്നിസിൻ്റെ ഒരു ചെറിയ ഫേസ് ലിഫ്റ്റ് വന്നത്. അതിൽ സത്യം പറഞ്ഞാൽ എസ്തെറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങളല്ല കാര്യമായിട്ട് വന്നത്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്നിവ എല്ലാ വേരിയൻറ്റിലും വന്നാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവിച്ചത്. പിന്നെ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനിൽ പുതിയ എമിഷൻ നോംസ് അതിലേക്ക് പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി. എന്നിട്ട് 20.89 km/ലിറ്റർ എന്ന് പറയുന്ന മൈലേജും പ്രഖ്യാപിച്ചു കമ്പനി. എന്തായാലും നന്നായിട്ട് വിറ്റ് വരുന്ന ഒരു വാഹനമാണെന്നുള്ളൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനം അങ്ങനെ നിന്നു പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും 2024 ഫെബ്രുവരിയിൽ മാറ്റങ്ങളോടുകൂടിയ ഇഗ്നിസ് വരുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കയ്യിലുള്ള ഇഗ്നിസ് വിറ്റ് കളയുകയൊന്നും വേണ്ട, ധൈര്യമായിട്ട് കൈവയ്ക്കുക, ഒന്നും പേടിക്കാനില്ല. അടുത്ത ചോദ്യം വെച്ചിരിക്കുന്ന ബാബു P ആണ്. എൻ്റെ ഭാര്യയ്ക്ക് ചെറുതും ലളിതവുമായ ഓട്ടോമാറ്റിക് കാർ വാങ്ങാൻ ആഗ്രഹമുണ്ട്. ക്ലച്ച്, ഗിയർ എന്നിവയും അതിൻ്റെ ഷിഫ്റ്റുമൊക്കെ പ്രശ്നമാണ്. ചുമ്മാ ആക്സിലേറ്റർ മാത്രം കൊടുത്ത് മറ്റേക്കാൾ ഫ്രീ ആക്കി ഓടിക്കാൻ പറ്റിയ, മെയിൻ്റനൻസ് ഇല്ലാത്ത സിമ്പിൾ വാഹനം ഏതാണെന്ന് സജസ്റ്റ് ചെയ്യാമോ? ഉദ്ദേശം എന്ത് വിലയ്ക്ക് ഇത് ലഭിക്കുമെന്നും പറയണം. അതുപോലെ സാർ വഴി ബുക്ക് ചെയ്താൽ വില കുറച്ച് കിട്ടുമെന്ന് ചോദിച്ചിരിക്കുന്നു. അവസാനത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. ഞാൻ വഴി ബുക്ക് ചെയ്ത വില കുറച്ചൊന്നും കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം ഓരോ വാഹനത്തിനും കമ്പനി പറയുന്ന ചില ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പം ബൈജു എന്നാർ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഡിസ്കൗണ്ട് ഒന്നും തരണമെന്നില്ല. അതിന് ഉത്തരം ഞാൻ നേരത്തെ പറയുന്നത്, എനിക്ക് ഈ മാരുതി ജിംനി വാങ്ങിച്ചപ്പോൾ 1 രൂപ പോലും കുറച്ച് തന്നില്ല.
പക്ഷേ എങ്കിലും ശ്രമിച്ചു നോക്കാം കേട്ടോ. ഇപ്പോൾ ബൈജു നായർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീഡിയോ കണ്ടിട്ട് അങ്ങേരെ സജസ്റ്റ് ചെയ്ത് കേട്ടിട്ടാണ് ഞാൻ ഈ വാഹനം വാങ്ങിക്കാൻ വന്നിരിക്കുന്നത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വേറൊരു വാഹനമായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം കേട്ടോ. എന്നൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സലിവുള്ള എക്സിക്യൂട്ടീവോ മാനേജറൊക്കെയാണ് എന്തെങ്കിലും കുറച്ച് തരാൻ നല്ലത്. എൻ്റെ പേര് പറഞ്ഞൊന്നും നടക്കാനുള്ള ഒരു സാധ്യത ഇന്നത്തെ കാലത്തില്ല. അപ്പോൾ എന്താണ്, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിൽ കിടക്കാം. അത് ചെറുതും ലളിതവുമായ ഒരു ഓട്ടോമാറ്റിക് വാഹനം വേണമെന്നാണ്. ചെറുത് ലളിതം രണ്ട് വാക്കുകളും കൂടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ വിലക്കുറവെന്നൊരു വാക്കുകൂടെ ചേർക്കേണ്ടത് നമുക്ക് AMD ട്രാൻസ്മിഷൻ മോഡലുകളിലേക്കാണ് പോകാവുന്നത്. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വില കുറഞ്ഞ ഓട്ടോമാറ്റിക് കാറുകളെല്ലാം ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് AMDയിൽ പെടുന്ന വാഹനങ്ങളാണ്. ഇപ്പോൾ ബാബുവിൻ്റെ ഭാര്യയോ വലിയ ഓട്ടോമാറ്റിക് കാറുകൾ ഓടിച്ചിട്ടില്ലെന്നാണ് എനിക്ക് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് AMD ട്രാൻസ്മിഷനുള്ള മോഡലോ അതിൻ്റെ ചെറിയ ലാഗൊന്നും വലിയ പ്രശ്നമാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വലത്തേക്കാൽ മാത്രം ഉപയോഗിക്കുക, ഇടത്തേക്കാൽ ഫ്രീ ആക്കി വയ്ക്കുകയും ചെയ്യാവുന്ന വാഹനങ്ങളാണ് AMD ട്രാൻസ്മിഷൻ. തന്നെയുമല്ല മാനുവൽ ട്രാൻസ്മിഷനോളം തന്നെ മൈലേജും AMD ട്രാൻസ്മിഷനുള്ള വാഹനങ്ങൾക്ക് കമ്പനികൾ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൈലേജിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇന്ത്യയിൽ ലഭ്യമായിരിക്കുന്ന AMD മോഡലുകൾ ഏറ്റവും വില കുറഞ്ഞ മാരുതിയുടെ എക്സ്പ്രസ്സോ ആണ്. മാരുതി എക്സ്പ്രസ്സോയ്ക്ക് 4.5 ലക്ഷം രൂപയ്ക്കൊക്കെ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം വിലയുണ്ട്. അപ്പോൾ 5 ലക്ഷം രൂപയിൽ താഴെ AMD മോഡലുള്ള ഒരു മോഡൽ ലഭിക്കും. പിന്നെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ഹ്യുണ്ടായി എക്സ്റ്ററ, അതുപോലെ നിസാൻ മാഗ്നറ്റ് AMD, മാരുതി വാഗണാർ, ഹ്യുണ്ടായി ഗ്രാൻഡ് ഐ10 ന്യൂസ് തുടങ്ങിയ പല വാഹനങ്ങളുണ്ട്. അപ്പം ഇതിലൊക്കെ വരുമ്പോഴത്തേക്കും വില കൂടിക്കൊണ്ടിരിക്കും, ഫീച്ചേഴ്സ് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ എക്സ്പ്രസ്സോയുടെ കാര്യത്തിൽ എക്സ്പ്രസ് ചെറിയ കാറാണ്, സിറ്റിയിലൊക്കെ ഓടിച്ചു കൊടുക്കാൻ പറ്റിയൊരു വാഹനമാണ് എന്നല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ ഫീച്ചേഴ്സൊന്നുമില്ല. അപ്പോൾ സാധാരണ ഒരു AMD ട്രാൻസ്മിഷനുള്ള അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മോഡൽ മാത്രം മതി, വലിയ ഫീച്ചേഴ്സൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മാരുതിയുടെ ഈ എക്സ്പ്രസ് എന്നുള്ള മോഡൽ എടുക്കാം. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ഫീച്ചേഴ്സ്, കുറച്ചുകൂടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം മെച്ചപ്പെട്ടത്, കുറച്ചുകൂടെ ബിൽ ക്വാളിറ്റി, കുറച്ചുകൂടെ സുരക്ഷ, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നെങ്കിൽ കുറച്ചുകൂടെ പണവും മുടക്കാൻ തയ്യാറാണെങ്കിൽ ഹ്യുണ്ടായി എക്സ്റ്ററിലേക്കോ അല്ലെങ്കിൽ ഹ്യുണ്ടായി ഗ്രാൻഡ് ഐ10 നിയോസിലേക്കോ നിസാൻ മാഗ്നൈറ്റിലേക്കോ അങ്ങനെയുള്ള ഏതൊരു മോഡലിലേക്കും തിരിയാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു 4.25 ലക്ഷം രൂപ തൊട്ട് 8-9 ലക്ഷം രൂപ വരെയുള്ള വിശാലമായ ശ്രേണിയാണ് AMD ട്രാൻസ്മിഷനുള്ള മോഡലുകൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര രൂപയുടെ ഒരു മോഡലാണ് ആഗ്രഹിക്കുന്നത്, എത്ര രൂപയാണ് നമുക്ക് മുടക്കാൻ പറ്റുന്നത് നോക്കിയിട്ട് അതനുസരിച്ചുള്ള വാഹനം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ ലളിതമായ ഒരു വില കുറഞ്ഞ വാഹനം AMD മോഡൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മോഡലാണ് വേണ്ടതെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം മാരുതി എക്സ്പ്രസ്സോ. അപ്പോൾ നമുക്കിനി അവസാനത്തെ സെഗ്മെൻറ്റിലേക്ക് കടക്കാം. അത് വാഹന ചരിത്രമാണ്. അപ്പോൾ 2 വീഡിയോകളിൽ നമ്മൾ 2 വാഹന നിർമ്മാതാക്കളെ പറ്റി പറഞ്ഞെങ്കിൽ ഇനി നമുക്ക് പറയുന്നത് ഫോർഡ് മോട്ടോർ കമ്പനിയെ പറ്റിയാണ്. അപ്പോൾ 1903 ഹെൻറി ഫോർഡ് എന്ന് പറയുന്ന യുവാവ് US-ലെ ഞാൻ പറയാം 39 വയസ്സുള്ള അദ്ദേഹം സ്ഥാപിക്കുമ്പോൾ അദ്ദേഹം US-ലെ മിഷിഗണിൽ സ്ഥാപിച്ച കമ്പനിയാണ് ഫോർഡ് മോട്ടോർ കമ്പനി. ഇപ്പോൾ കാറുകളും SUV-കളും കമേഴ്ഷ്യൽ വാഹനങ്ങളും നിർമ്മിക്കുന്നുണ്ട് ഈ ഫോർഡ്. കൂടാതെ ലിങ്കൺ എന്നുള്ള പേരിൽ ലക്ഷറി വാഹനങ്ങളും ഫോർഡ് നിർമ്മിക്കുന്നുണ്ട്. ഇതുകൂടാതെ ചൈനയിലെ ജിയാങ്ലിങ് എന്ന് പറയുന്ന മോട്ടോർ കമ്പനിയിലെ 32% ഓഹരിയുമുണ്ട് ഫോർഡിന്. ഇതിനിടെ 1989 ജാഗ്വർ ലാൻഡ് റോവർ JLR എന്ന് പറയുന്നത് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന് കയ്യിലുള്ള ഗംഭീര കമ്പനിയെ ഫോർഡ് സ്വന്തമാക്കിയെങ്കിലും 2000 ടാറ്റ മോട്ടോഴ്സിന് വിൽക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ 1999 മുതൽ 2010 വരെ വോൾവോയും ഫോർഡിൻ്റെ സ്വന്തമായിരുന്നു. പിന്നീട് വോൾവോയും ഒരു ചൈനീസ് കമ്പനിക്ക് അങ്ങ് വിൽക്കുകയാണ് ഉണ്ടായത്. മെർക്കുറി എന്ന പേരിൽ ഒരു എൻട്രി ലെവൽ ലക്ഷറി വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി ഉണ്ടായിരുന്നു ഫോർഡിന്. അതും ഇടയ്ക്ക് വെച്ച് ഫോർഡ് അങ്ങ് അവസാനിപ്പിച്ചു. ഇപ്പോൾ ലോകത്തിലെ 6ാമത്തെ വലിയ വാഹന നിർമ്മാതാവാണ് ഫോർഡ് മോട്ടോർ കമ്പനി. പ്രതിവർഷം 42 ലക്ഷം വാഹനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. $158 കോടി വാർഷിക വരുമാനം. 1,86,000 ജീവനക്കാർ ഫോർഡിൻ്റെ പ്ലാന്റുകളിലൊക്കെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2003 ആദ്യമായിട്ട് ഫോർഡ് കമ്പനി നിലവിൽ വന്നെങ്കിലും 2001 ഹെൻറി ഫോർഡ് മറ്റൊരു വാഹന നിർമ്മാണ കമ്പനി സ്ഥാപിച്ചിരുന്നു. പക്ഷേ അതിന് 2002 ഒരു വർഷത്തിന് ശേഷം കാഡിലാക്ക് എന്നുള്ള പേരിലേക്ക് ആ കമ്പനി മാറി. അപ്പോഴത്തേക്ക് അതിൻ്റെ ഓഹരികളെല്ലാം ഹെൻറി ഫോർഡ് വിൽക്കുകയും ചെയ്തു. അത് വിറ്റൊഴിഞ്ഞിട്ടാണ് അദ്ദേഹം 2003 ഫോർഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിക്ക് തുടക്കമിട്ടത്. $28,000 ആയിരുന്നു അന്നത്തെ മൂലധനം. ABCFKNRS എന്നിങ്ങനെയുള്ള മോഡലുകളാണ് നിർമ്മിച്ചത്. ഇപ്പോഴത്തെ മോഡലുകളുടെ പേര് പോലൊന്നുമല്ല, AF എന്നൊക്കെ പറഞ്ഞുള്ള പേരുകളായിരുന്നു അന്നത്തെ മോഡലുകൾക്ക്. അപ്പോൾ ഈ പേരിലൊക്കെ കുറേ വാഹനങ്ങളൊക്കെ നിർമ്മിച്ചെങ്കിലും ഫോർഡിന് തലവര മാറ്റിയെന്ന് പറയുന്ന മോഡൽ T എന്ന് പറയുന്ന ആ ഒരു മോഡൽ വന്നതോടുകൂടിയാണ് 20 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് യൂണിറ്റുകളാണ് ഈ ഒരു മോഡൽ T വിൽക്കാൻ ഫോർഡിന് കഴിഞ്ഞത്. അതിനുശേഷം 2022 ലിങ്കൺ മോട്ടോർ കമ്പനി എന്ന് പറയുന്ന ആ കമ്പനി വാങ്ങിയിട്ട് അതിൽ ലക്ഷറി വാഹനങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. 2ാം ലോക മഹായുദ്ധകാലത്ത് B-24 ലിബറേറ്റർ എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച ഒരു ചരിത്രവുമുണ്ട് ഫോർഡ് കമ്പനിക്ക്. കൂടാതെ ഈ US ഗവൺമെൻറ്റിന് വേണ്ടി ആ യുദ്ധകാലത്ത് ധാരാളം ആർമി ട്രക്കുകളും മറ്റും നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. പിൻഭാഗത്തെ സീറ്റ് ബെൽറ്റ്, മുൻഭാഗത്ത് കണ്ടുപിടിച്ചത് നമ്മുടെ വോൾവോയാണ്. പിൻഭാഗത്തെ സീറ്റ് ബെൽറ്റുകൾ അതുപോലെ ചൈൽഡ് ലോക്ക് തുടങ്ങിയവയൊക്കെ കണ്ടുപിടിച്ചത് ഫോർഡാണ്. ഫോർഡ് എന്നിട്ട് അത് മറ്റ് വാഹനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുകയായിരുന്നു. 13 രാജ്യങ്ങളിൽ നിർമ്മാണ പ്ലാന്റുകളും 6 രാജ്യങ്ങളിൽ R&D ഫെസിലിറ്റിയൊക്കെ ഫോർഡ് കമ്പനിക്കുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം, ലോകത്തിലെ ഒരു കമ്പനി ഓൺ ചെയ്യുന്ന വലിയ കമ്പനികളിൽ ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് ഫോർഡ് എന്നുള്ള കാര്യമാണ്. അതായത്
അന്ന് സ്ഥാപിച്ച ഹെൻറി ഫോർഡിൻ്റെ പേരക്കുട്ടി ഇപ്പോഴും ഈ വാഹനത്തിൻ്റെ ബോർഡിലുണ്ട്, ഡയറക്ടർ ബോർഡിലുണ്ടെന്നുള്ളതാണ്. അതായത് ഇപ്പോഴും ഒരു ഫാമിലി ബിസിനസ്സായിട്ടാണ് ഈ ഒരു വാഹന കമ്പനിയുടെ കുറേ ഭാഗം ഓടുന്നതെന്നാണ് പറയുന്നത്. കാരണം അവർക്ക് വലിയ ഓഹരി നിക്ഷേപം ഇപ്പോഴും ഫോർഡിലുണ്ട്. പൂർണ്ണമായിട്ടും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയൊന്നും അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോഴും ആ സ്ഥാപിച്ച കുടുംബത്തിന് ഓഹരികളുള്ള ഒരു കമ്പനിയാണ് ഫോർഡ്. അങ്ങനെ ഇപ്പോഴും 6ാമത്തെ വലിയ കമ്പനിയായിട്ട് തുടരുകയാണ്. ഇന്ത്യയിൽ നിന്ന് കെട്ടേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. പിന്നെ നമുക്ക് പറയേണ്ടത് പോപ്പുലർ ഹുണ്ടായെ പറ്റിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ്യുണ്ടായി ഡീലർഷിപ്പാണ് പോപ്പുലർ ഹുണ്ടായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 33 സെയിൽസ് സെൻറ്റേഴ്സും 33 സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹുണ്ടായിക്ക്. നിങ്ങൾക്ക് ഏതെങ്കിലും ഹ്യുണ്ടായി വാഹനം ഇപ്പോൾ ഓടിച്ച് നോക്കണമെങ്കിൽ, ഇപ്പോൾ ഏറ്റവും പുതിയ വെർണ വന്നപ്പോൾ അതിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടി ക്രാഷ് ടെസ്റ്റിൽ. അങ്ങനെയുള്ള വെർണ അല്ലെങ്കിൽ ഏറ്റവും പുതിയ എക്സ്ട്രാ എന്ത് ഓടിച്ച് നോക്കണമെങ്കിലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കേരളത്തിൽ എവിടെയായാലും വാഹനം എത്തിച്ചു തരുന്നതായിരിക്കും. എന്നിട്ട് ഓടിച്ച് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം. ബൈജു എന്നായിരുന്ന യൂട്യൂബ് ചാനൽ കണ്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും കൂടാതെ സർപ്രൈസ് ഗിഫ്റ്റുകളുമാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ, പരിഭവങ്ങൾ ഹ്യുണ്ടായെ പറ്റിയോ പോപ്പുലർ ഹുണ്ടായെ പറ്റി ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം. തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകും. എന്തെങ്കിലും അഭിനന്ദിക്കാനാണ് വിളിക്കുന്നതെങ്കിൽ അത് കേൾക്കാനും അതിന് പരിഹരിക്കാനല്ല കേട്ടോ, അത് കേൾക്കാനും ആളുണ്ടാകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ചോദ്യോത്തര വീഡിയോയ്ക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് പറയാം. 2 തരത്തിൽ അയക്കാം കേട്ടോ. ഒന്ന് baijuennair@gmail.com എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാം. baijuennair ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം. baijuennair എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ഒരു ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു ഇന്നത്തെ ചോദ്യോത്തര പരിപാടി അവസാനിപ്പിക്കുന്നു. വീഡിയോ ആണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.